കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 38 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല. നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക. നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളുമുള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ദിവസകാലം സഭ നമുക്ക് തന്നിരിക്കുന്ന വായനകൾ ശരിക്കും നമ്മുടെ സുവിശേഷ ജീവിതവുമായി ബന്ധപ്പെട്ട് ആത്മപരിശോധനയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗങ്ങളാണ്. ഇപ്പം ഇത് കേൾക്കുമ്പോഴും ഇതിൻ്റെ വ്യാഖ്യാനം ശ്രവിക്കുമ്പോഴും ഇതിൽ നിന്നുള്ള സന്ദേശം ശ്രവിക്കുമ്പോഴൊക്കെ ഒരു വ്യക്തിപരമായ ആത്മശോധനയ്ക്കായി നാം നമ്മെ തന്നെ മാറ്റേണ്ടതുണ്ട് എന്ന് ഇന്നത്തെ വായനകൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വായനകളുടെ കാതലായ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നാം ഒരിക്കലും ദൈവരാജ്യ ശുശ്രൂഷകളെ, ദൈവരാജ്യം പണിയുന്നതിന് തടസ്സം നിൽക്കരുത്. ചിലപ്പോൾ നമ്മൾ പണിയാലായിരിക്കും, പക്ഷേ പണിയുന്നവരെ തടസ്സപ്പെടുത്തരുത്. നമ്മൾ ഈ ഒരു പഴഞ്ചൊല്ല് പോലെയൊക്കെ നമ്മൾ പറയാറുള്ള കാര്യമാണ്, ചിലപ്പോൾ പട്ടിയൊട്ട് പുല്ല് തിന്നുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ലെന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ അതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമാണ്, നാം ഒരിക്കലും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായിട്ട് മാറരുത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും നമ്മുടെ ചില തീരുമാനങ്ങൾ, നമ്മുടെ ചില ആലോചനകൾ, നമ്മുടെ ചില സംഭാഷണങ്ങൾ ഒക്കെ ദൈവരാജ്യം വളർത്തുന്നതിന് പകരം തളർത്തുന്നതും തടയിടുന്നതുമായിട്ട് മാറാം. ഇന്നത്തെ ആദ്യ വായനയെ സുവിശേഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അത് വായിച്ചെടുക്കാൻ പറ്റും. ജോഷുവ മോശയിലൂടെ, അല്ലെങ്കിൽ മോശയുടെ ചൈതന്യത്തിൻ്റെ പങ്ക് പറ്റാൻ ഏതാനും പേരെ ദൈവം അനുവദിച്ചു. എല്ലാവരുടെ അടുത്തും പാളയത്തിൻ്റെ പുറത്തേക്ക് വരാൻ പറഞ്ഞു. പാളയത്തിൻ്റെ പുറത്ത് നിന്നവരുടെ മേൽ, മോശയുടെ മേൽ വെളിപ്പെട്ട ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം അവരുടെ മേലും വെളിപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവർ പ്രവചിക്കാൻ തുടങ്ങി. ഇതിനകത്ത് 2 പേര്, എൽദാദ് ആൻഡ് മെദാദ്, അവർ കൂടാരത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, പക്ഷെ അവർ പ്രവചിക്കാൻ തുടങ്ങി. ജോഷുവയ്ക്ക് അത് കണ്ടിട്ട് അങ്ങോട്ട് സുഖിച്ചില്ലെന്ന് തോന്നുന്നു. ജോഷു പറഞ്ഞത് 2 എണ്ണന്മാർ അകത്ത് നിന്ന് പ്രവചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതെങ്ങനെ ശരിയാകുന്നത്, പുറത്തേക്ക് ഇറങ്ങണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ മോശ പറഞ്ഞൊരു കാര്യമാണ്, അകത്ത് നിൽക്കുന്നവർ മാത്രമല്ല, പുറത്ത് നിൽക്കുന്നവർ മാത്രമല്ല, എല്ലാവരും ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിരുന്നെങ്കിൽ, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെട്ടിരുന്നെങ്കിൽ, എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിരുന്നെങ്കിൽ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന്. അവിടെ തടയിടരുന്ന പറഞ്ഞ്, തടസ്സപ്പെടുത്തരുന്ന പറഞ്ഞ്. അപ്പോൾ വളരെ സങ്കുചിതമായിട്ട് ജോഷു ചിന്തിക്കുക. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറഞ്ഞത്, ഒരുത്തൻ നമ്മുടെ കൂടെ വരുന്നില്ല, നമ്മൾ അനുഗമിക്കുന്നില്ല, അവൻ എവിടെ പിശാചുകളെ പുറത്താക്കുന്നു, ഞങ്ങളവനെ തടഞ്ഞു. അടുത്തവർ നീ അവനെ തടയേണ്ട കാര്യമില്ല. എന്താ
എൻ്റെ നാമത്തിൽ അവന് പിശാചുക്കളെ പുറത്താക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അവനിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവനെ തടയണ്ട. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ സങ്കുചിതമായ മനോഭാവത്തെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് തടയിടാനുള്ള ദൈവീകമല്ലാത്ത ശത്രുവിൻ്റെതായ ഒരു ആലോചനയെ കർത്താവ് ഇങ്ങനെ തിരസ്കരിക്കുക. ഇവിടെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉള്ളതെന്നു വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിലൂടെ മാത്രമേ ദൈവരാജ്യം വളരുകയുള്ളൂ. ക്രിസ്ത്യാനികളായ നമ്മൾ, തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മൾ, ദൈവരാജ്യം പണിയാൻ ഉന്നതമായ വിളി മാമോദീസായിലൂടെ സ്വീകരിച്ച നാം, നിരന്തരമായ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ വിശുദ്ധീകരിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന നാം, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മളിലൂടെ മാത്രമേ ദൈവരാജ്യം വളരാവൂന്ന്. എത്രയോ അക്രൈസ്തവരാണ് ഈ കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നത്. അത് നമ്മളെക്കാളും തീക്ഷ്ണതയോടെ, നമ്മളെക്കാളും ജ്വലിച്ചു നിൽക്കുന്ന ആ അഭിഷേകത്തിൽ നിൽക്കുന്ന ജീവിതാനുഭവത്തിൻ്റെ നടുവിൽ നിന്ന് എത്രയോ പേരാണ് വേദനകളുടെയും പീഡനങ്ങളുടെയും തിരസ്കരണത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെ നടുവിലും സുവിശേഷം പ്രസംഗിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സുവിശേഷ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സഹനങ്ങളോ ഏതെങ്കിലും വേദനകളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിതാപകരമായ അവസ്ഥയാണ്. കാരണം എന്താ, നമ്മളിലൂടെയാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം വളരേണ്ടത്, അല്ലെങ്കിൽ നമ്മളാണ് അതിന് മുന്നിൽ നിൽക്കേണ്ടത്. മുന്നിൽ നിൽക്കേണ്ട നമ്മൾ പിന്നിലേക്ക് പോയി എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മളിലൂടെ ദൈവരാജ്യം വളരുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ദുഷ്പ്രേരണയ്ക്കും കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ 2ാമത്തെ ഭാഗത്തിൽ കർത്താവ് വളരെ ശക്തമായ ഭാഷയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് എന്ത് വില കൊടുത്തും, ഇതിപ്പോൾ നിന്റെ കൈ വെട്ടി മാറ്റണോ, കണ്ണ് ചുഴുന്ന് കളയണോ, കാല് വെട്ടി മാറ്റണോ, എന്ത് വില കൊടുത്തും എന്താണ് പറയുന്നത്, ദുഷ്പ്രേരണ നൽകാതിരിക്കുക എന്നാ പറയുന്നത്. അവരെൻ്റെ സ്വർഗം അടച്ചു കളയരുതെന്നാ പറയുന്നത്. നമ്മുടെയൊക്കെ ചില പെരുമാറ്റവും നമ്മുടെയൊക്കെ ചില രീതികളും നമ്മുടെയൊക്കെ ചില ജീവിത ശൈലികളൊക്കെ കണ്ടിട്ട് എത്രയോ പേര് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടാകാം. എത്രയോ പേരുടെ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടാകാം. എത്രയോ പേര് പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ ജീവിതം കാരണമായിട്ടുണ്ടാകാം. എത്രയോ പേര് ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവത്തെ നിഷേധിക്കുന്ന ചില തീരുമാനങ്ങളിലേക്ക് നമ്മുടെ ചില ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ ദുഷ്പ്രേരണകളാണ്. യഥാർത്ഥ പ്രേരണ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിലുള്ള പ്രേരണ എന്ന് പറയുന്നത് അവരെ ദൈവരാജ്യത്തിൽ കൈപിടിച്ച് നടത്താൻ, വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ കൈപിടിച്ച് നടത്താന്നുള്ളതാണ്. തൊടുപുഴയിൽ നിന്ന് വന്നൊരു സഹോദരിയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ഛാ, വീട്ടിൽ ഭർത്താവ് കുടിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഇരുന്നിട്ടില്ല. ഇരിക്കണ്ട പോട്ടെ, ഞാനും കുഞ്ഞുങ്ങളും കൂടി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോലും ഈ മനുഷ്യൻ സമ്മതിക്കില്ലെന്നാ പറഞ്ഞത്. കുടുംബത്തിലെ ഒരുമിച്ചിരുന്ന് കുടുംബനാഥനാണ് ഇതിന് നേതൃത്വം കൊടുക്കണ്ടേ. ആ കുടുംബനാഥൻ നേതൃത്വം കൊടുക്കുന്നില്ല, പോട്ടെ, ഈ കുടുംബാംഗങ്ങളോടൊപ്പം ഭാര്യയോടും മക്കളോടൊപ്പം പ്രാർത്ഥിക്കുന്നില്ല, അതും പോട്ടെ, പ്രാർത്ഥിക്കുന്നവരെ തടസ്സപ്പെടുത്തുന്നതോ എന്തൊരു പൈശാചികമാണെന്ന് നോക്കിക്കേ. അപ്പോൾ സമാനമായ ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ ആകെ, നമ്മൾ പറയില്ലേ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കാണ് തടസ്സമായിട്ട് മാറുന്നത്. നിരന്തരമായി നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് എന്നിലൂടെ ദൈവരാജ്യം സ്ഥാപിക്കാൻ പറ്റുക. സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ അതല്ലേ ചൊല്ലുന്നേ, സ്വർഗസ്വനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഇതെങ്ങനെ രാജ്യം വരുന്നേ? എന്നിലൂടെയും നിങ്ങളിലൂടെയാണ് സ്വർഗത്തിൻ്റെ ആ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ പറ്റുക. നമ്മൾ ദൈവത്തോട് വിധേയപ്പെട്ട്, ദൈവരാജ്യത്തിന് വിധേയപ്പെട്ട്, സ്വർഗീയ നന്മകളോടും ദൈവം അനുവദിക്കുന്ന ദൈവീക നന്മകളോടൊക്കെ വിധേയപ്പെട്ടും ആ സ്നേഹത്തിൽ നാം നമ്മെ ചലിപ്പിക്കുമ്പോഴാണ് ആ ചലനത്തിൽ പങ്കുകാരാകുന്നവരും ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ പറ്റുക. ഇത് നമ്മുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിരന്തരമായ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ലഭിച്ചവളാണ് ഞാൻ എന്നുള്ള ജീവിതത്തിൻ്റെ തീരുമാനങ്ങളും സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ പ്രകടമാക്കേണ്ടത്. അതിനു പകരം തൊട്ടതിനും പിടിച്ചവരൊക്കെ ദേഷ്യപ്പെട്ടും ബഹളം ഉണ്ടാക്കിയും ഒച്ചപ്പാടും ഉണ്ടാക്കിയും ക്ഷമിക്കാതിരുന്നും സ്നേഹിക്കാതിരുന്നും വെറുപ്പും വിദ്വേഷമൊക്കെ വെച്ചു പുലർത്തുമ്പോൾ അത് അവരന്
ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അടുത്തൊരു സഹോദരൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളുകച്ചവടം പോലും നടത്തുന്നത് ക്രിസ്ത്യാനികളാണെന്നാണ് പറയുന്നത്. ശരിയല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട നമ്മൾ, യേശുവിൻ്റെ സ്നേഹത്തെ മഹത്വപ്പെടുത്തേണ്ട നമ്മൾ പലപ്പോഴും അതിന് വിപരീതമായ ചില തീരുമാനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അത് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. ഇനി രണ്ട് വായനകളും, ആദ്യ വായനയും സുവിശേഷവും നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് ആരിലൂടെ വേണമെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് എത്ര വില കുറഞ്ഞവനാകട്ടെ, എത്ര താഴ്ന്നവനാകട്ടെ, എത്ര ബലഹീനനാകട്ടെ, എത്ര പ്രായം കുറഞ്ഞവനാകട്ടെ, ആരിലൂടെ വേണമെങ്കിലും ദൈവത്തിന് തൻ്റെ ദൈവരാജ്യ പ്രവൃത്തിയെ, ദൈവരാജ്യത്തെ കെട്ടിപ്പടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കാനുള്ള ഒരു തുറവി നമുക്ക് വേണം. നമ്മളിലൂടെ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ആരിലൂടെ വേണമെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാം. കുറവുള്ളവരിലൂടെ, ബലഹീനതകളിലൂടെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കില്ലേ, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കാവൂ, ഇവരിലൂടെ മാത്രമേ പ്രവർത്തിക്കൂ എന്നൊക്കെ. ഒന്നുമില്ല. ദാനിയേൽ എന്ന് പറയുന്ന പിഞ്ചു ബാലനെയാണ് ദൈവം എടുത്തുപയോഗിക്കുന്നത്. പിഞ്ചു ബാലൻ ആ ജനസമൂഹത്തിൽ വലിയ വിലയുള്ളവനൊന്നുമല്ല, വലിയ അംഗീകാരമുള്ളവനൊന്നുമല്ല. അവൻ്റെ വാക്കുപോലും ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ആത്മാവ് നിറഞ്ഞ് ഈ ദാനിയേൽ പറഞ്ഞപ്പോൾ ജനം കേട്ടു. സൂസന്ന എന്ന് പറയുന്ന ഒരു സത്യസന്ധയായ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൈ കെട്ടി ഈ കൊല കാണാൻ, അവളുടെ മരണം കാണാൻ കാത്തവളുടെ പുറകെ പോയപ്പോൾ ഇതിൻ്റെ മധ്യത്തിലൂടെ നടന്നു നീങ്ങിയ ദാനിയേൽ എന്ന് പറയുന്ന പിഞ്ചുബാലന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചപ്പോൾ അവിടെ ദൈവപ്രവൃത്തി ഇവരിലൂടെ വെളിപ്പെടുത്തുകയാണ്. അവളെ ദൈവം ഇങ്ങനെ കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിൽ ഈ ദാനിയേലിലൂടെ പൊതിഞ്ഞു പിടിക്കുക. അപ്പം നമ്മളിലൂടെയും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെ പൊതിഞ്ഞു പിടിക്കാനും സുവിശേഷ ജീവിതത്തെ വളർത്താനുള്ള വലിയൊരു വെല്ലുവിളിയാണ് സ്വർഗം ഇന്നത്തെ വായനകളിലൂടെ നമുക്ക് തരിക. ഈ സന്ദേശ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് നിരന്തരമായ ഒരു ആത്മശോധനയ്ക്ക് വിധേയമാക്കാം. നമ്മുടെ ജീവിതം കർത്താവിനോടുള്ള ബന്ധത്തിൽ പണിയപ്പെടേണ്ടതാണ്. നമ്മളിലൂടെ ദൈവരാജ്യം വളരണം. നമ്മുടെ ശുശ്രൂഷകളിലൂടെ ദൈവരാജ്യം വളരണം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സാധ്യതകൾ, കഴിവുകൾ, അവസരങ്ങൾ, ഇതിലൂടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവരാജ്യം നമ്മളിലൂടെ വളർത്താനുകൂടി അധ്വാനിക്കേണ്ടതുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെയും ദൈവരാജ്യ പ്രവർത്തികൾക്ക് വളരാൻ തക്ക വിധത്തിൽ നമ്മൾ തടസ്സം നിൽക്കരുത് എന്നുകൂടി വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു ദുഷ്പ്രേരണയും നൽകരുത്. ആർക്കും വിലങ്ങുതടിയായി അവരൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യ ശുശ്രൂഷകളിൽ നമ്മൾ ആരും തടസ്സം നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ സന്ദേശ ഹൃദയത്തിൽ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.